وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، رسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുള്ള മരണമെന്ന പ്രതിഭാസം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം, ആ സെക്കൻഡുകൾ കടന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ലോകത്തെയാണ് ബർസഖ് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. ഖബർ എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ അതിനെ വിളിച്ച പേര് ബർസഖ് എന്നാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇഹലോകത്തിനും പരലോകത്തിനും ഇടയ്ക്കുള്ളൊരു മറ എന്ന അർത്ഥത്തിലാണ് ബർസഖ് എന്ന പദത്തിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശദീകരണം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട ഓരോ വ്യക്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തീരുമാനപ്രകാരം ബർസഖ് ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മരിക്കാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല, എല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന. മരിക്കൂല എന്ന് വാശി പിടിക്കാൻ ഭൂമി ലോകത്തൊരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ശക്തിക്കും ഒരു ജീവനും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറച്ചു പറയുന്ന വാക്കാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മരണം നമ്മളിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ലാതിരിക്കവേ, പിന്നീട് അതിന് ശേഷമുള്ള വിഷയത്തിൽ ഇന്ന് ഒരുപാട് തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട്. പരലോക വിചാരണയുടെ നാളിനെ സംബന്ധിച്ച് ശക്ക്, ഒരു സംശയം നമ്മുടെ മനസ്സിലേക്ക് ശൈത്താൻ കൊണ്ടുവന്നിടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും. ഖബറിനെ സംബന്ധിച്ച് വിശ്വാസികളെന്നറിയപ്പെടുന്നവർ പോലും ബർസഖിയായ ലോകത്തെക്കുറിച്ച് സംശയിക്കുന്ന ആളുകളുണ്ട്.
ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ വിചാരണ ഉണ്ടോ, അവിടെ ഒരു ശിക്ഷ ഉണ്ടോ, അവിടെ ഒരു രക്ഷ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലുണ്ടോ? ദീന് പഠിപ്പിക്കുന്നൊരു സംഭവം അതൊരു യാഥാർത്ഥ്യമാണോ എന്ന് സംശയിക്കുന്ന മനുഷ്യന്മാർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു നാവ് കൊണ്ടാണോ അള്ളാഹു ഉണ്ട് എന്ന് ഈ ലോകത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു പറഞ്ഞത്, അതേ നാവ് കൊണ്ട് തന്നെയാണ് പരലോകമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. അതേ നാവ് കൊണ്ട് തന്നെയാണ് ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇതെല്ലാം ഉണ്ടായിരിക്കെ പല ആളുകളും അത്തരം ആശയങ്ങളെ നിഷേധിക്കുന്ന, തള്ളിക്കറ പറയുന്ന പ്രവണതകൾ നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയും. ഖബർ എന്ന ലോകത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നിടത്ത് ഒന്നാമതായി മനസ്സിലാക്കാനുള്ളത്, ഖബർ ഒരു ഇരുട്ടുള്ള ലോകമാണ്. നമ്മുടെ വീട്ടിൽ ബെഡിൻ്റെ അടുത്തൊരു ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യും. എന്തിനാ? കൂരാക്കൂരി ഇരുട്ടിൽ ഉറങ്ങാൻ നമ്മുടെ കൽബിന് ചെറിയൊരു ബേജാറ്. ഒരു മിന്നായ വെളിച്ചം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ മനുഷ്യനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ആ ഖബറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി വിശദീകരിക്കുന്നിടത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകം, മദീന പള്ളി വൃത്തിയാക്കിയിരുന്ന പെണ്ണ് മരിച്ച വിവരം നബി കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വൈകിയാണ് അറിയുന്നത്. സ്വഹാബികൾ ആ പെണ്ണിനെ ഖബറടക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബികളെ, പള്ളി വൃത്തിയാക്കിയിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ആ സഹോദരിക്ക് എന്തു പറ്റി? കുറച്ച് ദിവസമായിട്ട് അവളെ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, നമ്മൾ മരിച്ചു, ഞങ്ങളവളെ ഖബറടക്കി. സ്വഹാബത്തിനോട് റസൂൽ ചോദിക്കുന്ന, ദല്ലൂനി അലാ ഖബരിഹ, അവളുടെ ഖബർ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം. ആ ഖബറിൻ്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിനെ സ്വഹാബത്ത് കൊണ്ടുപോയി, ഇതാണ് ഖബറെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ, ആ ഖബറിൻ്റെ ചാരത്ത് നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് ഹദീസുകളിൽ കാണാം. പ്രാർത്ഥന പൂർത്തിയായി ഇവിടുന്ന് മടങ്ങുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, സ്വഹാബികളെ, ആ പെണ്ണിൻ്റെ ഖബർ, അതിൻ്റെ ഉൾഭാഗം അല്ലാഹു എനിക്ക് കാണിച്ചു തന്നത് ഇരുട്ടുള്ള ലോകമാണ്. ഇരുണ്ട് കിടക്കുന്ന ഇരുട്ടുള്ള ലോകമായിരുന്നു അവളുടെ ഖബർ. എൻ്റെ പ്രാർത്ഥന തീർന്നതോടെ അള്ളാഹു ആ പെണ്ണിൻ്റെ ഖബറിടത്തെ പ്രകാശത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ വെളിച്ചമാകാൻ എന്താണ് വഴി? ഇരുട്ടുള്ള ലോകമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ആ ബർസഖിയായ ലോകത്തെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ എത്ര കണ്ട് ആലോചിക്കാറുണ്ട്. AC-യും ഫാനും ആധുനിക സംവിധാനങ്ങളിലുള്ള പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ റൂമുകളും മനോഹരമായ കിളിവാതിലുകളും ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നല്ല മെത്തയും അതിൽ കിടന്നുറങ്ങുന്ന ശരീരവും ഒക്കെയായി മാറിയ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നൊരു മണ്ണിലേക്ക് ചേർത്ത് വെച്ച്, തല ചെരിഞ്ഞു കിടക്കുന്ന തലയുടെ അടിയിൽ ഒരു മണ്ണുരുളയായി ഒരു ഉരുള ചേർത്ത് വെച്ച് മനുഷ്യന് ചരിച്ച് കിടത്തി ആളുകൾ അവിടെ നിന്ന് പോരുമ്പോൾ ആരും വന്ന് കൂട്ടിനുണ്ടാവില്ല. നമ്മളെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. അന്ന് നമുക്ക് കൂട്ടിനെന്താണ്? ആ ഖബറിൽ പ്രകാശം കിട്ടാൻ എന്താണ് ഒരു മാർഗം? അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഖബർ എന്ന ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, രണ്ടാമത്തെ ലോകം ഖബർ എന്ന് പറഞ്ഞാൽ ഞെരുക്കത്തിൻ്റെ കേന്ദ്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഒരു ഇടുക്കം അനുഭവിക്കുന്ന ലോകം, ഒരു ഞെരുക്കം അനുഭവിക്കുന്ന ലോകം വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹിൻ്റെ ദീന് പഠിപ്പിക്കുന്നിടത്ത് എത്ര ഗൗരവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു 14 ആളുകൾ, 10 ആളുകൾ, 20 ആളുകൾ ഒരു ചെറിയ ഒരു ഇടുങ്ങിയ പ്രദേശത്ത് കയറി നിന്നാൽ നമുക്ക് ചെറിയൊരു ശ്വാസതടസ്സം അനുഭവപ്പെടും.
അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്നും പിന്മാറി. തിരക്കുകൾ നമ്മൾ ഇഷ്ടപ്പെടാറില്ല. തിരക്ക് പിടിച്ചൊരു ബസ്സാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ വരുന്നതെങ്കിൽ ആ ബസ്സിലേക്ക് നോക്കിയിട്ട് തിരക്കാണ്, പോകില്ല. എന്തേ? അതിൽ നിൽക്കാൻ കഴിയില്ല നമുക്ക്. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖബറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് മനുഷ്യനൊന്ന് പിടിച്ച് ഞെരുക്കും. ഹദീസിൻ്റെ പ്രയോഗം നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നതും സ്വഹാബത്തിൻ്റെ ഖബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വെച്ചതിന് ശേഷം പറഞ്ഞ വാക്കുകളൊക്കെ ഹദീസുകളിൽ കാണാം. ഒന്ന്, മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസയാണ്. ഇസ്ലാമിക ചരിത്രത്തിലേറെ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 5 കൊല്ലക്കാലം ദീനിനു വേണ്ടി, ദീനിൻ്റെ മാർഗത്തിൽ വെറും 5 കൊല്ലക്കാലം ത്യാഗം സഹിച്ച വ്യക്തിയാണ്. കൂടുതൽ കാലമൊന്നുമില്ല, വെറും 5 കൊല്ലക്കാലം. ദീന് സ്വീകരിച്ചിട്ട് 5 കൊല്ലം, ആ യുവത്വത്തിൻ്റെ കാലം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം യുദ്ധഭൂമിയിൽ നിന്നൊരു അമ്പ് വന്ന് തറച്ചിട്ട്, പിന്നീട് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന നേരത്ത് സഅദിൻ്റെ കണ്ണുകളിലൂടെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ മേൽപോട്ട് മറിയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് അടുത്ത് വന്നിരുന്നു. സഅദിൻ്റെ തലഭാഗം എടുത്ത് റസൂലിൻ്റെ മടിത്തട്ടിലേക്ക് വെച്ചു. മരണത്തിൻ്റെ ആ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഅദിൻ്റെ മുടികൾക്കിടയിലൂടെ റസൂലുള്ളാഹിൻ്റെ വിരലുകൾ ഇങ്ങനെ ഓടിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന റസൂല് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. മരിക്കുന്ന സഅദിനെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. സ്വഹാബത്തിനൊക്കെ വല്ലാത്തൊരു അത്ഭുതം. എന്താ റസൂലുള്ളാഹിക്ക് പറ്റിയത്? സഅദ് മരിക്കുമ്പോൾ റസൂല് ചിരിക്കുകയാണല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ഒന്ന് ഇറങ്ങി നിന്ന് സഅദിൻ്റെ മയ്യത്തിനെ റസൂലിൻ്റെ കയ്യിലേക്ക് വാങ്ങിയിട്ട് അല്ലാഹുവിൻ്റെ റസൂലാണ് ഖബറിൽ ചരിച്ചു കിടത്തിയത്. ചരിച്ചു കിടത്തിയത് അല്ലാഹുവിൻ്റെ റസൂലാണ്. ഹദീസിൻ്റെ പ്രയോഗം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ അല്പനേരം ആലോചിച്ചു നിന്നുപോയി, ഒന്നിങ്ങനെ ചിന്തിച്ചവിടെ നിന്നുപോയി എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് കയറിയതിന് ശേഷം ഖബറിലേക്ക് മണ്ണിട്ട് സഅദിന് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുന്ന് മടങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീരുകൾ ധാരധാരയായി ഒലിച്ചിറങ്ങുന്നു. കരയുന്ന റസൂലിനെ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, റസൂൽ എന്ത് നിങ്ങൾ കരയണത്? സഅദ് മരിക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചത് ഞങ്ങൾ കണ്ടതാണ്. അതേ സഅദിനെ ഖബറടക്കുന്ന സമയത്ത് എന്തേ റസൂലെ നിങ്ങൾ കരഞ്ഞതെന്നാണ്. 2 കാരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, എൻ്റെ സഅദ് ഭൂമിയിൽ നിന്ന് യാത്രയാകുമ്പോൾ സഅദിൻ്റെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ അർശൊന്ന് കുലുങ്ങിപ്പോയി. ആ അർശിനൊരു കുലുക്കം സംഭവിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ വാക്ക്, സഅദിൻ്റെ റൂഹിനെ മലക്ക് പിടിക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ 70,000 മലക്കുകളുടെ സഅദിന് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 മലക്കുകൾ സഅദിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ സഅദിനെ ഖബറിലേക്ക് വെച്ച ശേഷം റസൂലുള്ള കരയാനുള്ള കാരണം ഹദീസുകളിൽ കാണാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സഅദിൻ്റെ ഖബറിനെ അല്ലാഹു ഒന്ന് ഞെരിക്കുകയുണ്ടായി, സഅദിൻ്റെ ഖബറിടം ഒന്ന് ഇടുങ്ങുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, എൻ്റെ സഅദ് ബിൻ മുആദ് ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതായിരുന്നു. എല്ലാവർക്കും അനുഭവിക്കാനുള്ള ഒന്നാണെന്ത്? ഖബറിൻ്റെ ഒരു പിടുത്തം. ഹദീസിൽ കാണാം, വിചാരണയ്ക്ക് ശേഷം അള്ളാഹു വിശ്വാസികളുടെ ഖബറിനെ വിശാലമാക്കുമെന്ന്. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ഖബർ എന്നത് ഒരു ഞെരുക്കമുള്ള, ഒരു ഇടുക്കം അനുഭവിക്കുന്ന ലോകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ചെറിയ കുട്ടി മരിച്ച സമയത്ത്, ഒരു കുഞ്ഞ് ചെറിയ പൈതൽ മരിച്ച സമയത്ത് റസൂലുള്ള അതേപോലെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് റസൂലുള്ള പറഞ്ഞ വാക്ക്,
ആരെങ്കിലും ഖബറിൻ്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ നജാഹാദ സുബിയു, ഈ കുട്ടി രക്ഷപ്പെടേണ്ടതായിരുന്നു. ആ കുട്ടിക്ക് വരെ അവിടെ ആ ഇടുക്കമുണ്ട്, ഞെരുക്കമുണ്ട് എന്നാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഖബറെന്ന ലോകം. നമ്മളെല്ലാവരും പോയി കിടക്കാനുള്ള ലോക. നമ്മുടെ അഹങ്കാരങ്ങളും നമ്മുടെ വെറുപ്പും നമ്മുടെ വിദ്വേഷങ്ങളൊക്കെ പത്തിമടക്കി ആരും കൂട്ടനില്ലാതെ ഒറ്റക്ക് കിടക്കുന്ന ഒരു ലോകത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ ആ ഖബറിലേക്ക് പോയി കിടക്കുന്ന സമയത്ത് എന്തുണ്ട് നമ്മുടെ കയ്യിൽ പാതേയമായി? ഇതിന് നമ്മൾ ഉത്തരം കാണണം. ഈ പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ഈ രാത്രികൾ നമ്മളിൽ നിന്ന് പിന്നിട്ട് പോകുമ്പോൾ ഇനി വരാനുള്ള ഏതാനും ചില ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് നമ്മൾ ആഖിറത്തിന് വേണ്ടി, എൻ്റെ ഖബറിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ ബർസഖിയായ ലോകത്തെ വിജയത്തിന് വേണ്ടി ഞാൻ എന്തു നേടിയെന്ന ഒരു സ്വയം പരിശോധന നമ്മുടെ മനസ്സിനോട് നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്, ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്റെ മയ്യത്തിനെ മനുഷ്യന്മാർ അയാളുടെ മയ്യത്തിനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട്. നല്ല മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയും, ആ മയ്യത്ത് സംസാരിക്കുമെന്ന് ഹദീസിൽ കാണാം. മയ്യത്ത് വിളിച്ചു പറയുന്നത് നല്ല മയ്യത്താണെങ്കിൽ ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് വിളിച്ചു പറയുമെന്നാണ്. അതല്ലെങ്കിൽ അതേപോലെ തന്നെ ആ മയ്യത്ത് ഗൈറ സ്വാലിഹല്ലാത്ത മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയും, അഖിറൂനി അഖിറൂനി, എന്നെ നിങ്ങൾ കൊണ്ടുപോകല്ല, ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്നാ മയ്യത്ത് ഇങ്ങനെ സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ മയ്യത്തിന്റെ സംസാരമെങ്ങാനും മനുഷ്യവർഗത്തിൽപ്പെട്ടവർ, അതെ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരും ജിന്നുമല്ലാത്തവരൊക്കെ ആ സംസാരം കേൾക്കും. വലൗ സമിഅൽ ഇൻസാനു, മനുഷ്യനെങ്ങാനും അത് കേട്ടാൽ സ്വഇഖ, അവൻ ബോധം കെട്ട് താഴെ വീണു പോകുന്ന അത്ര പേടിപ്പെടുത്തുന്ന ശബ്ദമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് റൂഹിനെ കൊണ്ടുപോകുന്ന, ആത്മാവുകളെ കൊണ്ടുപോകുന്ന രംഗം ഹദീസിൽ നമുക്ക് വിശദീകരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തിരിച്ച് വിശ്വാസിയുടെ റൂഹിനെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമെന്നാണ്. ഫതുആദു റൂഹഹു ഫീ ജസദിഹി, ഖബറിലേക്ക് ഒരു വിശ്വാസിയുടെ ആത്മാവാണെങ്കിൽ ആ വിശ്വാസിയുടെ റൂഹിനെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും, മലക്കുകൾ എത്തിച്ചു കൊടുക്കും. അതല്ല ഒരു ഫാസിഖായ, ഫാജിറായ, തെമ്മാടിയായ, കാഫിറായ മനുഷ്യനാണ് മരിച്ചതെങ്കിൽ ആ മനുഷ്യന്റെ റൂഹിനെ കുറിച്ച് പറയാണ്, ആ ചീത്താത്മാവിനെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. ഭൂമിയിലേക്ക് കണ്ട് എറിഞ്ഞു കൊടുക്കുക ചെയ്യാതെ, അത്ര ഗാംഭീര്യാണ്, അത്ര ഗൗരവാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയുള്ള ലോകത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ആ ലോകത്തെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. ഇഹലോകത്തിനും പരലോകത്തിനും ഇടയ്ക്കുള്ള മറ. ആ മറയിലേക്ക് എത്തിപ്പെട്ടവിടെ കിടന്നാൽ, അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിളിവാതിലുകളില്ല, സൗകര്യങ്ങളില്ല. നമ്മുടെ ഈ കാണുന്ന നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പോ സംവിധാനങ്ങളൊന്നുമല്ല. കിടക്കുന്നത് മണ്ണിലാണ്. രസകരമായ വരികളിലൂടെ തഴവയെപ്പോലുള്ള ആളുകൾ രേഖപ്പെടുത്തി വെച്ച വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ചിതലും പുഴുക്കൾ മളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്, കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഒന്നുമില്ല, കണ്ണ് പൊട്ടി ഒഴുകുമ്പോൾ, ശരീരത്തിന്റെ ഭാഗങ്ങൾ പൊട്ടി ഒഴുകുമ്പോൾ അതിലൂടെ ചിതലുകളും പുഴുക്കളും കയറിയിറങ്ങാൻ തുടങ്ങും. മൃദുലമായ മീനയിൽ ജീവിതകാലത്ത് ഒരുക്കി നന്നാക്കി
ജിമ്മിന് പോയി ശരീരത്തെ നന്നാക്കി എക്സസൈസ് ചെയ്ത് ശരീരത്തെ നന്നാക്കിയ മനുഷ്യന്റെ ശരീരങ്ങളതാ ചെതലുകളും പുഴുക്കളും കയറിയിറങ്ങുന്നു. അവൾക്ക് യാതൊരു സിസ്റ്റങ്ങളുമില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെയും ഹദീസുകളെയും ഒക്കെ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ വ്യാഖ്യാനത്തിന് വകുപ്പില്ലാതെ വ്യക്തമായ രൂപത്തിൽ വിശദീകരിക്കുന്ന മലയാളത്തിലെ പദങ്ങളാണ്. അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ കിടക്കാനുണ്ടെന്നാണ്. അവിടെ റസൂലുള്ള പറഞ്ഞ വാക്ക് ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അംബിയാക്കന്മാരുടെ ഖബറിനെ മാത്രം, അംബിയാക്കന്മാരുടെ ശരീരങ്ങളെ മാത്രം മണ്ണ് തിന്നുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. മണ്ണിനത് ഹറാമാണ്, മണ്ണ് കഴിക്കൂല. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അമ്പിയാക്കളുടെ ശരീരത്തെ മണ്ണ് തിന്നുകയില്ല എന്ന് പണ്ഡിതന്മാർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു ലോകത്തേക്ക് എത്തിപ്പെടുമ്പോൾ ഇരുട്ടുള്ള ഞെരുക്കത്തിന്റെ അതേ ചിതലുകളും പുഴുക്കളും വണ്ടുകളും മരിച്ചു നീങ്ങുന്ന ലോകം, ആ ഒരു ഖബറിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് അതേ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഖബറിൽ ഉപകാരപ്പെടുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കി വെച്ച നിങ്ങളുടെ ധനം നിങ്ങളുടെ ഖബറിലേക്ക് ഉപകാരപ്പെടുന്നില്ല. നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ ഖബറിലേക്ക് വരുന്നില്ല. സന്താനങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഭൂമിയോടതായി ലോകത്തോടു കൂടി അവസാനിക്കുകയാണ്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തദ് ദുനിയാ. സ്വത്തും സന്താനങ്ങളും ദുനിയാവിന്റെ വെറും അലങ്കാരം മാത്രമാണ്, വെറും ഒരു അലങ്കാരമാണ്. ആ സ്വത്തും സന്താനങ്ങളും നമ്മുടെ ഖബറിലേക്ക് വരുന്നില്ല. ചീഞ്ഞളിഞ്ഞ ശരീരമായി, ചീഞ്ഞളിഞ്ഞ മേനിയായി നമ്മുടെ ശരീരം ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന, മണ്ണിനോട് അലിഞ്ഞു പോകുന്ന, മണ്ണിനോട് ചേർന്നു പോകുന്ന ശരീരമായി ചെതലുകളും പുഴുക്കളും തിന്നുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്കുണ്ടാകുന്ന കാര്യം എന്താണ്? അവിടെ നിങ്ങൾക്ക് വെളിച്ചം കിട്ടാനുള്ള മാർഗം എന്താണ്? അവിടെ നിങ്ങൾക്ക് രക്ഷ ലഭിക്കാനുള്ള മാർഗം എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞ വാചകം നോക്കൂ, യത്ബഉൽ മയ്യിത സലാസ. ഒരു മനുഷ്യൻ മരിച്ചാൽ മയ്യത്തിനെ 3 കാര്യങ്ങളാണ് അനുഗമിക്കുക. 3 കാര്യങ്ങളാണ് മയ്യത്തിന്റെ പിന്നാലെ പോവുക. 1 അഹ്ലുഹു, അവന്റെ അഹ്ലാണ്, അവന്റെ കുടുംബക്കാരാണ്. 2 വമാലുഹു, അവന്റെ ധനമാണ്. 3 വഅമലുഹു, അവന്റെ അമലാണ്. ഈ 3 ഒരു മയ്യത്തിന്റെ പിന്നാലെ പോകും. ഫയർജു ഇസ്നാനി, 1 ഖബർസ്ഥാന് വരെ പോയിട്ട് 2 അവിടെ നിന്ന് മടങ്ങിപ്പോരും. 2 അവിടെ നിന്ന് മടങ്ങിപ്പോരും. ഫയർജു ഇസ്നാനി വയബ്ഖാ വാഹിദാ, 1 അവിടെ ബാക്കിയാവുകയും ചെയ്യും. ഫയർജു, മടങ്ങിപ്പോരുന്ന 2 അഹ്ലുഹു വമാലുഹു, അവന്റെ അഹ്ലും അവന്റെ മാലും അവന്റെ കുടുംബക്കാരും അവൻ പിശുക്കി വെച്ചവന്റെ സമ്പത്തും അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഒന്നും ഖബറിലേക്ക് ഉള്ളിലേക്ക് പോണില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ. റസൂലുള്ളാഹി പറയാണ്, ഫയബ്ഖാ അമലുഹു, ബാക്കിയാകുന്നത് അമലുകൾ മാത്രമാണ്, നമ്മൾ സ്വീകരിച്ച വിശ്വാസമാണ്, നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാണ്. അത് നമ്മുടെ ഖബറിലേക്ക് വരും. ആ അമല് വരുന്ന രൂപം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. നോക്കൂ നിങ്ങൾ, ആ രൂപമാണ്, ആ രൂപത്തിലാണ് നമുക്ക് രക്ഷയുടെ വഴിയായി നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കും ഖബറിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, വിചാരണ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശ്വാസി ഖബറിലെ വിചാരണക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിക്ക് അതിനുള്ള താഖത്ത് അല്ലാഹു കൊടുക്കും. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഈമാനുള്ള വിശ്വാസികളായ ആളുകൾക്ക് സുസ്ഥിരമായ വാക്കുകൊണ്ട് നാം അവരെ ഉറപ്പിച്ചു നിർത്തുന്നു. ആ ഉറപ്പ് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള ഉറപ്പാണ്. ഖബറിലെ വിചാരണക്ക് ഉത്തരം നൽകാനുള്ളൊരു കഴിവ് അള്ളാഹു വിശ്വാസികൾക്ക് നൽകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വിചാരണ കഴിഞ്ഞ് വിശ്വാസിയുടെ ഖബറാണെങ്കിൽ ആ ഖബറിലേക്കൊരു വിളിയാളം വരികയാണ്.
ഫയുനാദി മുനാദി ഫിസ്സമാ, ആകാശത്തു നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും. ആകാശത്തു നിന്ന് വിളിച്ചു പറയുന്ന ഒരു വിളിയാളം ഉണ്ട്. ആ വിളിയാളം എന്താ? ഖബറിലെ വിചാരണ കഴിഞ്ഞ വിശ്വാസിയുടെ ഖബറിലേക്കുള്ള വിളിയാളം. അൻസദഖ അബ്ദീ, എന്റെ അടിമ പറഞ്ഞതെല്ലാം സത്യമാണ്. അല്ലാഹ് പറയാണ്. വിചാരണ കഴിഞ്ഞ വിശ്വാസി മറുപടി പറഞ്ഞു കഴിയുമ്പോ അള്ളാഹു പറയുന്ന വാക്കാണ് അൻസദഖ അബ്ദീ, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ള പഠിപ്പിക്കുന്ന വാചകങ്ങൾ കാണാം. ഫഅഫിരിശൂഹു മിനൽ ജന്ന, വിശ്വാസിയുടെ ഖബറിലേക്ക് വിചാരണ കഴിയുമ്പോൾ അള്ളാഹു പറയുകയാണ് വിശ്വാസിയുടെ ഖബറിലേക്ക് ഫഅഫിരിശൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു വിരിപ്പ് നിങ്ങൾ അവന് വിരിച്ചു കൊടുക്കൂ. സ്വർഗത്തിലെ ഒരു വിരിപ്പവന് നിങ്ങൾ വിരിച്ചു കൊടുക്കൂ. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ ഒരു വസ്ത്രം നിങ്ങൾ അവൻ അണിയിച്ചു കൊടുക്കൂ. വഫ്തഹൂ ലഹു ബാബൻ മിനൽ ജന്ന, സ്വർഗത്തിലെ അതേ സ്വർഗത്തിൽ നിന്ന് ഖബറിലേക്ക് ഒരു ബാബിനെ, ഒരു വാതിലിനെ നിങ്ങൾ തുറന്നു വെച്ചു കൊടുക്കൂ. എന്തൊക്കെ കിട്ടിയത്? വിശ്വാസിയുടെ ഖബറിലേക്ക് അല്ലാഹു സ്വർഗത്തിൽ നിന്നുള്ളൊരു വിരിപ്പ് നൽകുന്നു, സ്വർഗത്തിൽ നിന്നുള്ള ഉടയാട അണിയിക്കുന്നു, സ്വർഗത്തിൽ നിന്നൊരു വാതിലും തുറന്നു വെച്ചു കൊടുക്കുന്നു. ഈ വാതിൽ തുറന്ന് കഴിയുമ്പോൾ ബർസഖിയായ ലോകത്ത് നടക്കുന്ന സംഭവമാട്ടോ, നടക്കുന്ന സംഭവം. ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ഈ ഖബറിലല്ലാതെ പോയ ആൾക്കാരുണ്ടല്ലോ, ഈ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളൊക്കെ ചോദിക്കാതാ, അദാബുൽ ഖബർ ഉണ്ടോ, ഖുർആനിൽ അദാബുൽ ഖബർ എന്നൊരു പദം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ, ഹദീസ് നിഷേധികളായ ആളുകൾ. അള്ളാഹുവിടെ ബർസഖ് എന്നാണ് ഖുർആനിൽ ബർസഖ് എന്നാണ് പ്രയോഗിച്ചത്. ഹദീസിലുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഹദീസൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഖുർആനിലുണ്ടെങ്കിൽ പറയാന്നാ, അങ്ങനെ വ്യാഖ്യാനം ചോദിക്കുക. അങ്ങനെ ഒരു വിചാരണ അവിടെ ഉണ്ടോ, അതിന് വല്ല തെളിവും ഖുർആനിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇത് ഗൈബിയായ ലോകത്തുള്ള വിശ്വാസമാണ്, നമ്മൾ കണ്ട കാഴ്ചകളല്ല, പക്ഷെ വരാനുള്ളതാണ്. അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ എന്ന് റസൂലുള്ളാഹ് നാവ് കൊണ്ട് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ, അള്ളാഹിന്റെ റസൂല് അള്ളാഹു ഉണ്ട് എന്ന് റസൂലുള്ളാഹ് പഠിപ്പിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ വിശ്വസിക്കേണ്ട ഒരു സംഭവമാണ് എന്ത്? ഈ സംഭവം അവിടെ നടക്കും. ഈ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമെന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്വർഗത്തിൽ നിന്നൊരു വാതില് ഖബറിലേക്ക് തുറന്നു കൊടുക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു സുഗന്ധം അവന്റെ ഖബറിലേക്ക് അടിച്ചു വീശും. സ്വർഗത്തിൽ നിന്നൊരു സുഗന്ധം അവന്റെ ഖബറിലേക്ക് അടിച്ചു വീശും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയുഫ്തഹു ലഹു ഫീ ഖബരിഹി മദ്ദ ബസരിഹി, അവന്റെ ഖബർ അവന്റെ കണ്ണെത്തും ദൂരം വരെ വിശാലമാക്കി കൊടുക്കും. അവന്റെ ഖബറിനെ അല്ലാഹു ഒരു കണ്ണെത്തും ദൂരം വരെ വിശാലമാക്കി കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅതീഹി റജുലുൻ, ആ ഖബറിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറി വരും. കിടക്കണ മനുഷ്യനല്ല, മരിച്ച് ഖബറാളിയല്ല. അതിൻ്റെ പുറമെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വഴിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ആ ഖബറിലേക്ക് കയറി വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ മനുഷ്യന്റെ വരുന്ന വ്യക്തിയുടെ പ്രത്യേകത ഹസനുൽ വജ്ഹി, നല്ല സൗന്ദര്യമുള്ള മുഖമാണ്. ഹസനുസിയാബ്, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ മനുഷ്യനാണ് അയാൾ. നല്ല വസ്ത്രം അണിഞ്ഞിട്ട് വെള്ള വസ്ത്രധാരിയാണ്. അതേ, നല്ല കാണാൻ ഭംഗിയുള്ള മുഖമുണ്ട്. ത്വയ്യിബുർ റീഹി, അയാളിൽ നിന്ന് നല്ല സുഗന്ധങ്ങൾ അടിച്ചു വീശുന്നുണ്ട്. അബ്ശിർ 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 ബില്ലദീ യസുറുക, വന്നിട്ട് ആ മനുഷ്യനെ വന്ന രൂപം ഇയാളോട് സംസാരിക്കും, ഖബറാളിയോട്. എന്താ പറയുന്നത്? അബ്ശിർ ബില്ലദീ യസുറുക, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നതാ, നിനക്ക് ആനന്ദങ്ങൾ പറയാൻ വേണ്ടി വന്നതാ എന്ന് പറയും എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ശിർ ബിറിദ്വാനിൻ മിനല്ലാഹ് വജന്നാത്തിൻ ഫീഹാ നഈമുൻ മുഖീം, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിനക്ക് കിട്ടാൻ പോകുന്ന സംതൃപ്തിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. നീ ശാശ്വതമായി നിലനിൽക്കാനുള്ള സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത.
ഹദാ യൗമുകല്ലദീ കുൻത തുഅദൂ, ഇന്നത്തെ ദിവസം ഇതാ താങ്കളോട് അല്ലാഹു വാഗ്ദാനം ചെയ്ത ദിവസമാണ്. അല്ലാഹു വാഗ്ദാനം ചെയ്ത ദിവസമാണ്. അതുകൊണ്ട് ഇതാ നിനക്ക് സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയുണ്ട്. ഈ വർത്താനം കേൾക്കുമ്പോ ഖബറാളി ഈ മനുഷ്യനോട് ചോദിക്കും, ആരാണ് നീ? എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? ആരാണ് നീ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, നമ്മളങ്ങനെ ഒരു പരിചയമില്ലല്ലോ. എന്തിനാണ് നീ എന്നെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നു? ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ ആ രൂപം പറയും, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വന്നതാണ്. നീ തിന്മ നടക്കുന്നിടത്തൊന്നും ഞാൻ നിന്നെ കണ്ടിട്ടില്ല. അള്ള വെറുത്ത പ്രദേശങ്ങളിലൊന്നും ഞാൻ നിന്നെ കണ്ടിട്ടില്ല. അള്ള ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ താല്പര്യമുള്ള അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നീ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു നിനക്ക് ഖൈറിനെ പ്രദാനം ചെയ്യട്ടെ, അള്ളാഹ് നിനക്ക് ഖൈറ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ആ വന്ന രൂപം. എന്നിട്ട് ആ രൂപം പറയുന്ന വാക്കെന്താണെന്നറിയോ? അള്ളാഹു നിനക്ക് ഖൈറ് നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് രൂപം പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നീ ചെയ്ത അമലുകളാണ്, സൽക്കർമ്മങ്ങളാണ്. അമലുക സ്വാലിഹ്, നീ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരു മനുഷ്യ രൂപം പ്രാപിച്ച് എന്നെ റബ്ബ് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണെന്ന് ആ രൂപം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹദീസാണ്. വ്യക്തമായ സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിമയാർന്ന രൂപത്തിൽ പഠിപ്പിച്ച ഹദീസ്. ഇതേ നേരെ മറിച്ച് ഒരു ഫാസിഖിൻ്റെയും ഫാജിറിൻ്റെയും തെമ്മാടിയുടെ തോന്നിവാസിയുടെ കാഫിറിൻ്റെ ഒരു ഖബറാണെങ്കിൽ ആ ഖബറിലേക്ക് നേരെ വരുന്ന രൂപം വ്യത്യാസമാണ്. പേടിപ്പെടുത്തുന്ന കറുത്ത ശരീരപ്രകൃതിയുള്ള കറുത്ത വസ്ത്രധാരിയായ ഭീകരനായ ഒരു രൂപം കയറി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നരകത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുകയാണ്. അതേ അവന് നരകത്തിൽ നിന്നുള്ള കഫൻ പടവകൾ കൊണ്ട് അവനെ പൊതിഞ്ഞിട്ടുണ്ട്. ആ നരകത്തിലെ പ്രയാസങ്ങൾ അനുഭവിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് പേടിപ്പെടുത്തുന്ന രൂപം വന്ന് സംസാരിക്കും. ഇതെല്ലാം പറയും, നീ എന്തിനാണ് നീ എന്നെ പേടിപ്പിക്കാൻ വന്നത്? നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ രൂപം പറയും, ജസാക്കല്ലാഹു ഷർറ, അള്ളാഹു നിനക്ക് ഷർറ് പ്രദാനം ചെയ്യട്ടെ. നീ തിന്മ നടക്കുന്നിടത്ത് നീ ഉണ്ടായിരുന്നു, ഹറാമിൻ്റെ ലോകത്തായിരുന്നു നിൻ്റെ ജീവിതം, കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ലോകത്തായിരുന്നു നിൻ്റെ ജീവിതം. അതുകൊണ്ട് ഫജസാക്കല്ലാഹു ഷർറ, അള്ളാഹു നിനക്ക് ഷർറ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആ വന്ന രൂപം പറയുമെന്നാണ്. എന്നിട്ട് പറയും, ഞാൻ അമലുക്കൽ ഖബീസ്, നിന്റെ വൃത്തികെട്ട അമലുകളാണ്, നീ ചെയ്ത സകല വൃത്തികേടിൻ്റെയും അമലുകളാണ്. ആ വൃത്തികെട്ട പ്രവർത്തനങ്ങളൊക്കെ ഒരു രൂപം പ്രാപിച്ച് ഖബറിലേക്ക് വന്നതാണെന്ന് പറയുമെന്നാണ്. നോക്കികൾ, ഈ രണ്ട് സംഭാഷണങ്ങൾ ഹദീസുകളിൽ കാണാം. വിശ്വാസിയുടെ ഖബറിൽ ഈ സംസാരം കഴിയുമ്പോൾ ആ വിശ്വാസി അള്ളാഹിനോട് പ്രാർത്ഥിക്കുമെന്നാണ്, അള്ളാഹുവേ ഖിയാമത്തിനെ എനിക്കൊന്ന് പെട്ടെന്ന് അടുപ്പിച്ചുകൊണ്ടല്ല, ഖിയാമത്തിനെ എനിക്കൊന്ന് പെട്ടെന്ന് അടുപ്പിച്ചുകൊണ്ടറപ്പേ, ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സ്വർഗത്തിലേക്കും ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ എന്ന് ആ ഖബറാളി പ്രാർത്ഥിക്കുമെന്നാണ്. നേരെ മറിച്ച് ഇവിടെയാണെങ്കിലോ ആ പ്രാർത്ഥനക്കൊന്നും വകുപ്പില്ല. കാരണം ഇതിലേറെ വലിയ ഭീകരമായ അദാബാണ് ഇനി അവന് കാത്തിരിക്കാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ബർസഖിയായ ലോകത്തിൻ്റെ ഒരു ചെറിയ രൂപം ആണ് ഞാൻ വിശദീകരിച്ചത്. അവിടെ വിചാരണ ഉണ്ട്, അവിടെ രക്ഷയുണ്ട്, അവിടെ ശിക്ഷയുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളും ആയത്തുകളൊക്കെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള അദാബുകളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്, അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയ, ഫിർഔൻ, ഞാൻ റബ്ബാണെന്ന് വാദിച്ച ഫറോവ, ആ ഫിർഔനിനും ഫിർഔനിൻ്റെ ആൾക്കാർക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ രാവിലെയും വൈകുന്നേരവും നരകത്തെ പ്രദർശിപ്പിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയ, അവർക്ക് വേണ്ടി രാവിലെയും വൈകുന്നേരവും ഞാൻ നരകത്തെ അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കും. അത് ഖബറിന്റെ ശിക്ഷയാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാം. ഖബർ ശിക്ഷയ്ക്ക് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ തന്നെ തെളിവ് ഖുർആനിലുള്ള തെളിവ് തന്നെയാണ്. നരകം അവരുടെ മുന്നിലുള്ള പ്രദർശിപ്പിക്കും.
എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയ്യാ യൗമ തഖൂമുസ്സാഅ. അന്ത്യനാൾ അവനിലേക്ക് കടന്നു വഴി കഴിഞ്ഞാൽ, എത്തിക്കഴിഞ്ഞാൽ അവനെ നാം ഏറ്റവും വലിയ അദാബിലേക്ക്, നരകത്തിലേക്ക് നാം അവരെ വലിച്ചെറിയും. ഏറ്റവും വലിയൊരു അദാബിലേക്ക് നാം അവരെ തള്ളിയിടും എന്ന് ഖുർആൻ പ്രയോഗിച്ചു. ആ പോയി വീഴുന്ന അദാബ്, ആ അദാബുള്ള ലോകം അത് നരകമാണ്. പക്ഷേ ഇവിടെ ഖബറിൽ വെച്ച് അല്ലാഹു നരകം അവർക്ക് പ്രദർശിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത് സഹോദരങ്ങളെ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണെങ്കിൽ സഹോദരങ്ങൾ, ഇത് സംഭവിക്കാനുള്ളത് തന്നെയാണ്. ഇത് സംഭവിക്കാനുള്ളത് തന്നെയാണ്. അവിടെ അദാബുണ്ടോ എന്ന് വെച്ചാൽ അദാബുണ്ട്. നന്മ ചെയ്തവർക്ക് സമാധാനമുണ്ട്, സുഹൃത്തുക്കൾ ചെയ്തവർക്ക് അതിന്റെ ഫലമുണ്ട്. തിന്മ ചെയ്ത് ജീവിച്ചവരാണെങ്കിൽ അവരതിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ ചാരത്തുകൂടി റസൂലും സ്വഹാബത്തും നടന്നു പോവാണ്. 2 ഖബറുകളുണ്ട് അവിടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് ആ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, ഈ ഖബർ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഖബറിന്റെ ഉടമയെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് പരിചയമുണ്ട്. അവരാ ഖബറിനെ സംബന്ധിച്ച് വിശദീകരണം നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖബറിൽ, ഈ 2 ഖബറുകളിലും യുഅദ്ദിബാൻ, 2 ഖബറുകളിലുള്ളവരും അദാബ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈബത്തും നമീമത്തും പറഞ്ഞു നടന്ന വ്യക്തിയാണ് ഒരാൾ. തുറന്നാൽ ആരാന്റെ പച്ചമാംസം തിന്നുന്ന പ്രവണത ഒഴിവാക്കണം ജീവിതത്തിൽ നിന്ന്. അവർക്കവിടെ അദാബുണ്ട്. മറ്റേ വ്യക്തിയോ, അയാൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് മറ സ്വീകരിച്ചില്ല എന്നും ശുദ്ധിയാക്കാൻ ശ്രദ്ധിച്ചില്ല എന്നും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ല, ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ നിസ്സാരമായി നമ്മൾ കാണുന്നത് അള്ളാഹിൻ്റെ ദീനിൽ വലിയ ഗൗരവമുള്ള സംഭവങ്ങളാണ്. അദാബുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക്, ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കെ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ഒരു വയോവൃദ്ധയായ ഉമ്മ വന്നു, പ്രായമായ ഉമ്മ. ആ ഉമ്മ വന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഖബറിൽ നടക്കാനിരിക്കുന്ന ശിക്ഷകളെ സംബന്ധിച്ചും ആ ഉമ്മ സംസാരിച്ചു. ഈ സംഭവം കേട്ടപ്പോൾ ആയിഷ ബീവി പറയാണ് റസൂലുള്ളാഹിനോട്, അള്ളാഹിൻ്റെ റസൂലേ, എൻ്റെ മനസ്സിൽ, ഈ ആയിഷ ബീവി പറയാണ്, എൻ്റെ മനസ്സിൽ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനൊരു ശിക്ഷ ഉണ്ടാവുമോ എന്നെനിക്ക് തോന്നി. റസൂല് വന്നിട്ട് ചോദിക്കാമെന്ന് കരുതി. അള്ളാഹിൻ്റെ റസൂല് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, റസൂലെ, ഇന്നൊരു പ്രായമായ ഒരു ഉമ്മ ഇവിടെ വന്നിരുന്നു. ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഖബറിൽ ശിക്ഷ ഉണ്ട് എന്നുള്ളൊരു വർത്താനം പറഞ്ഞു. ആ അദാബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, സ്വദഖ്ത, അത് സത്യമാണ്, അങ്ങനെ ഒന്നും നടക്കാണ്ട്, അങ്ങനെ ഒരു അദാബുണ്ട് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതൊക്കെ അതിനുള്ള തെളിവുകളാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കൊണ്ടുപോയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? സ്വപ്നത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ മലക്ക് കൊണ്ടുപോകുന്ന രംഗം ഹദീസിൽ കാണാം. കൊണ്ടുപോയി അല്ലാഹുവിൻ്റെ റസൂലിനെ കാണിച്ചു കൊടുത്ത ഓരോ അദാബുകളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാമത് കണ്ട ശിക്ഷ എന്താ? ചെരിഞ്ഞു കിടക്കുന്നൊരു പ്രദേശം. ചെരിഞ്ഞു കിടക്കുന്ന പ്രദേശത്തൊരു മനുഷ്യനെങ്ങനെ കിടത്തിയിട്ടുണ്ട്, ചെരിച്ച് കിടത്തിയിട്ടുണ്ട്. വലിയ കല്ലെടുത്തിട്ട് ഈ മനുഷ്യൻ്റെ തല കുത്തിച്ചതക്കാണ് പറഞ്ഞാൽ. വലിയൊരു കല്ലെടുത്തിട്ട് ഈ മനുഷ്യൻ്റെ തല കുത്തിച്ചതക്കാണ്. തലയിലേക്ക് കല്ലിടുന്ന സമയത്ത് ഈ കല്ല് ഉരുണ്ട് താഴെ പോകുന്ന, ആ കല്ലെടുക്കാൻ വേണ്ടി ഈ കല്ലിട്ട മനുഷ്യൻ ഓടി കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ചതഞ്ഞ തല വീണ്ടും നല്ല രൂപം പ്രാപിച്ചിട്ടുണ്ടാവുന്ന ആ തലയിലേക്ക് വീണ്ടും ആ കല്ലിടും. ഇത് കണ്ട ഉടനെ റസൂലുള്ളാഹി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, യാ ജിബ്രീൽ, ജിബ്രീലേ, എന്താണിത്? എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തിനാണ് ഇയാൾ ഈ അദാബ് അനുഭവിക്കുന്നത്? അവിടുന്ന് കൊണ്ടുപോയി എന്നാണ്. രണ്ടാമത്തെ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് ഇരുമ്പിൻ്റെ കൊളുത്തുകൾ കൊണ്ട് സ്വന്തം
കവിളിനെ മാന്തിപ്പറിക്കുക. ഒരാൾ പുറത്ത് നിന്നിട്ട് കവിൾ ഭാഗത്തേക്ക് ഒരു കുളത്തിട്ടിട്ട് ഈ പെരടി വരെ വലിച്ചു കീറുക. ആ കുളത്തിപ്പുറത്തേക്ക് എടുത്തിട്ട് ഇടത്തെ കവിൾത്തടം വലിച്ചു കീറുക. അപ്പോഴേക്ക് വലത്തെ കവിൾത്തടം നന്നായി, വീണ്ടും വലത്തെ കവിൾത്തടം, വീണ്ടും ഇടത്തെ കവിൾത്തടം. ഇതിങ്ങനെ വലിച്ചു കീറുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടപ്പോഴും റസൂൽ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഇവർ ഈ ശിക്ഷ അനുഭവിക്കുന്നത്? പിന്നെ കാണുന്നത് ഒരു മനുഷ്യൻ ചെമ്പിനാലുള്ള നഖങ്ങൾ, ചെമ്പ് കൊണ്ടുള്ള നഖം, ആ നഖം കൊണ്ട് സ്വന്തം നെഞ്ചകം മാന്തിപ്പറിക്കുന്ന, ശരീരത്തിൽ രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം നെഞ്ചകം മാന്തിപ്പറിക്കുന്ന ഒരു വിഭാഗത്തെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോഴും ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഇവർ ഈ ശിക്ഷ അനുഭവിക്കുന്നത്? കൊണ്ടുപോയി, അവിടുന്നും പോയി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കാണുന്നത് ഒരു മനുഷ്യനെ അടിഭാഗം വിശാലമായതും മുകൾ ഭാഗം കുറുത്തു നിൽക്കുന്നതുമായൊരു ചെമ്പ് പോലെയുള്ളൊരു പ്രദേശം, തീ ഇങ്ങനെ ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ചെമ്പ്. ആ ചെമ്പിൻ്റെ ഉള്ളിൽ തീയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാർ, അർദ്ധനഗ്നന്മാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വസ്ത്രം ധരിക്കാത്തവർ, ഒരു തുണി പോലും ശരീരത്തിലില്ലാതെ ആ ചെമ്പിൽ കിടന്ന് വേകുന്ന ആ ഒരു കുടുസായ കവിൾഭാഗം, അതിൻ്റെ വായ്ഭാഗം കുടുസായി നിൽക്കുന്ന, അടിഭാഗം വിശാലമായി നിൽക്കുന്ന ആ ചെമ്പിൽ കിടന്ന്, ആ പാത്രത്തിൽ കിടന്ന് വേകുന്ന മനുഷ്യരെ കണ്ടപ്പോ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്തിനാണ് ഈ അദാബ്? എന്തിനാണ് ഈ അദാബ്? റസൂലുള്ളാഹിനെ കൊണ്ടുപോയി അടുത്ത സ്ഥലം കാണിച്ചു കൊടുത്തു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന അതിൻ്റെ തൊട്ടടുത്ത പ്രദേശം എന്താ അറിയോ? ചുവന്ന ഒരു നദി, ചുവന്ന് കിടക്കുന്ന നദിയാണ്. ആ ചുവന്ന നദിയിൽ, ചോര പോലെയുള്ള ചുവന്ന നദിയിൽ ഒരു മനുഷ്യനിങ്ങനെ കുറേ മനുഷ്യന്മാർ മുങ്ങിത്താഴുന്നുണ്ട്. അവർ അതിൽ നിന്ന് കരയിലേക്ക് വരാൻ വേണ്ടി നോക്കുമ്പോൾ ആ കരയിലൊക്കെ ചെറിയ ചെറിയ കല്ലുകളുമായി കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. കരയിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ഈ കല്ലെടുത്ത് എറിയുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. കല്ലെടുത്ത് എറിയുക. ആ കല്ല് തട്ടിയ മനുഷ്യൻ വീണ്ടും പുഴയിലേക്ക് തന്നെ, ആ ചുവന്ന നദിയിലേക്ക് തന്നെ ചാടുന്നു. അവരിങ്ങോട്ട് കരയിലേക്ക് വരുന്നില്ല. അവരെ സംബന്ധിച്ചും ചോദിച്ചു, ആരാണിവർ? എന്തിനാണ് ഈ അദാബ്? അങ്ങനെ ഹദീസുകളിൽ നമുക്ക് കാണാം. ഒന്നാമത്തെ ശിക്ഷയെ റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. തലയിലേക്ക് കല്ലിട്ട് കുത്തി ചതക്കപ്പെടുന്ന വ്യക്തി എന്തിനാണ് ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? അയാൾ ഖുർആൻ പഠിച്ചാളാ, അള്ളാൻ്റെ ദീൻ അറിഞ്ഞാളാ, പക്ഷേ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ കിടന്നുറങ്ങിയവനാണ് അയാൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടപ്പോ കിടന്നുറങ്ങിയവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര തവണ ഖുതുബകളിൽ നമ്മുടെ നിസ്കാരത്തിന്റെ ഗൗരവം നമ്മൾ കേട്ടു. ജമാഅത്തിന് പള്ളിയിലെത്തണമെന്ന ഹദീസുകളും ആയത്തുകളും എത്ര നമുക്ക് പരിചയമുണ്ട്. വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഗൗരവം, നിങ്ങളുടെ വീട് കത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട്. എത്ര ജമാഅത്തുകൾ നമുക്ക് നഷ്ടമായി പോയി. ആലോചിച്ച് നോക്കിങ്ങൾ. അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള അദാബിനെ റസൂലുള്ളാഹി വിശദീകരിച്ചതാണ്. രണ്ടാമത്തെ വ്യക്തി സ്വന്തം കവിൾത്തടത്തെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. രാവിലെ പെരീന്നുണ്ടിറങ്ങിയാൽ വൈകുന്നേരം വരെ അങ്ങാടികളിൽ നുണ പറഞ്ഞു നടന്ന വ്യക്തിയാണെന്ന് റസൂൽ എന്ന് പറഞ്ഞത്. കളവ് പറയുക. റസൂൽ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കയ്പുള്ളതാണെങ്കിലും സത്യമേ പറയാവൂ, സത്യമല്ലാത്തത് നിങ്ങൾ പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. കളവ് പറയുന്നതും കളവ് പ്രചരിപ്പിക്കുന്നതും മുനാഫിക്കിൻ്റെ ലക്ഷണമാണ്, കപടന്മാരുടെ ലക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ കളവുകൾ പറയരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തമാശക്ക് പോലും നിങ്ങൾ കളവ് പറയരുതെന്ന് റസൂലുള്ളാഹിൻ്റെ ഹദീസ്. സഹോദരങ്ങളെ, എത്ര കഥകൾ മെനഞ്ഞുണ്ടാക്കി ആളുകളെ ചിരിപ്പിക്കാനും കഥകൾ പറയാനും വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ അല്ലേ. ആലോചിച്ച് നോക്കി. ഇത്തരം കഥകളൊക്കെ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ജീവിതത്തെ നന്നായിട്ടൊന്ന് വിലയിരുത്തണം, നമ്മുടെ സംസാരം. മൂന്നാമത്തെ വ്യക്തി സ്വന്തം ശരീരത്തിലെ
മാംസഭാഗങ്ങളെ മാന്തിപ്പറിച്ച് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്ന വ്യക്തിയാണ്. എന്തിനാണ് അയാൾ ആ ശിക്ഷ അനുഭവിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ സ്വന്തം സഹോദരൻ്റെ മയ്യത്ത് തിന്നവനാണ്. മയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്വന്തം സഹോദരൻ്റെ മയ്യത്ത് തിന്നെന്ന് പറഞ്ഞ് മനസ്സിലായോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങൾ ഊഹിച്ചുകൊണ്ട് സംസാരിക്കരുതേ. ഇന്ന ബഅദുല്ലന്നി ഇസ്മുൻ, നിങ്ങൾ ഊഹത്തിൽ സംസാരിക്കരുത്. ഊഹത്തിൽ മിക്കവാറും കുറ്റകരമായ കാര്യങ്ങളാണ്. ഇന്ന ബഅദുല്ലന്നി ഇസ്മുൻ, ഊഹം കുറ്റകരമാണ്, അധികവും അതിൽ കുറ്റാണ്. അതുകൊണ്ട് ഊഹിച്ച് സംസാരിക്കരുത്. നിങ്ങൾ വലാ തജസ്സസു, ചാരപ്പണി നടത്തരുത്. ചാരപ്പണി അങ്ങനെയുണ്ട്. കുടുംബത്തിലൊക്കെ കുറേ മനുഷ്യന്മാർ ഇവിടെ നിന്ന് കേൾക്കുക, എന്നിട്ട് അത് അപ്പുറത്ത് പോയിട്ട് വേറൊരു കോലത്തിൽ ഇതിന് വിശദീകരിച്ചു കൊടുക്കുക. രണ്ട് കൂട്ടരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസിൻ്റെ പണി എടുക്കുന്ന ആൾക്കാർ, അവരുടെ ജാസൂസും പണി എന്നാ പറയാ. അങ്ങനെയുള്ള ചാരപ്പണി നിങ്ങൾ നടത്തരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആനിന്റെ ആയത്തോതി പഠിപ്പിച്ചു. വലാ തജസ്സസു വലാ യഅ്തബ് ബഅ്ദുകും ബഅ്ദാ, ഒരാളെ താഴ്ത്തിയും മറ്റൊരാളെ പുകഴ്ത്തിയും നിങ്ങൾ സംസാരിക്കരുത്. ഇകഴ്ത്തി താഴ്ത്തിയും നിങ്ങൾ ആരെയും പറ്റിയും സംസാരിക്കരുത്. മറ്റുള്ളവനെ കുറിച്ച് ഈബത്തും നമീമത്തും നിങ്ങൾ പറയരുത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ വലാ തജസ്സസു വലാ യഅ്തബ് ബഅ്ദുകും ബഅ്ദാ, എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ അറിയോ? നിങ്ങളുടെ സഹോദരൻ മരിച്ചിട്ട് ആ സഹോദരന്റെ മയ്യത്തിൽ നിന്നൊരു കഷ്ണം ഇങ്ങനെ പച്ചക്ക് നുള്ളി തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? എന്നിട്ട് ഖുർആൻ തന്നെ പറഞ്ഞു ഫകരിഹ്തുമൂ, നിങ്ങൾക്കത് വെറുപ്പാണ്. നിങ്ങളുടെ സഹോദരൻ മരിച്ചിട്ട് ആ സഹോദരന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അതിൽ നിന്നിങ്ങനെ പച്ചക്ക് തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കോ? ഫകരിഹ്തുമൂ, നിങ്ങൾക്കത് വെറുപ്പല്ലേ എന്നുള്ള ചോദിക്കാൻ. ആ വെറുപ്പായത് നിങ്ങൾ തിന്നുന്നത് പോലെയാണ് മറ്റുള്ളവനെ കുറിച്ച് ഈബത്ത് പറയുന്നതും നമീമത്ത് പറയുന്നതും. ഇങ്ങനെ പ്രചരിപ്പിച്ച് ഈബത്തും നമീമത്തൊക്കെ പറഞ്ഞ് നടന്നിട്ട് ചാരപ്പണിയൊക്കെ എടുത്ത് നടന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് സ്വന്തം ശരീരത്തെങ്ങനെ മാന്തിപ്പറിക്കുന്നവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം തടിനെങ്ങനെ ചെമ്പിനാലുള്ള നഖങ്ങൾ കൊണ്ട് മാന്തിപ്പറിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കും. മറ്റൊരു വ്യക്തി ചെമ്പിൽ കിടന്ന് ഉരുകുന്ന മനുഷ്യരാണ്. പച്ചയായ വ്യഭിചാരം, ആണും പെണ്ണും ഒരുപോലെ കിടന്ന് വേകുന്നത് അവർ ദുനിയാവിൽ വ്യഭിചരിച്ചവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ്യഭിചാരം എന്ന തിന്മ നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ നാവ് എല്ലാത്തിനെയും സൂക്ഷിക്കണം. നമ്മൾ ഈ വലിയ പാപങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചല്ലോ, വൻ പാപങ്ങളെക്കുറിച്ച് വിവരിച്ചപ്പോൾ അതിലെ മുഴുവൻ ഭാഗം പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ഗൗരവത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചത്. അവിടെ സഹോദരങ്ങളെ, വ്യഭിചാരത്തിലേക്ക് എത്തുന്ന എല്ലാ കവാടങ്ങളെയും അല്ലാഹുവിൻ്റെ ദീന് കൊട്ടിയടച്ചു. എല്ലാ കവാടങ്ങളെയും അവിടെ നമ്മൾ മഹറമിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി. അതിലൊക്കെ ഒരു ഗാംഭീര്യം കണ്ടിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ദുരന്തം ഇതാണെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവാൻ, നമ്മുടെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം, നാവ് കൊണ്ടുള്ള വ്യഭിചാരം, കൈ കൊണ്ടുള്ള വ്യഭിചാരം, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെയൊക്കെ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള സംസാരമാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചത്. അതിലിങ്ങനെ കിടന്നെരിയുമെന്ന് നിവസ്ത്രരായ മനുഷ്യന്മാർ അതിൽ കിടന്ന് എരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് വരാനുള്ള ലോക, ഇത് നടക്കാനുള്ള ലോക. ഇതൊരു തമാശ വർത്താനല്ല, ഇതൊരു കുട്ടിക്കളിയും തമാശക്കളിയിട്ട് കാണേണ്ട സംഭവമല്ല. അന്നാറു ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ എന്ന് പറഞ്ഞ അതേ നാവന്നെയാണ് ബർസഖിൽ അദാബുണ്ട് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചത് അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. എന്തിനാ പ്രാർത്ഥിക്കണം? അങ്ങനെ ഒരു ശിക്ഷ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന വേണോ? അങ്ങനെ ഒരു അദാബില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന വേണോ? ഗൗരവല്ലേ? ചില ആൾക്കാർ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. നിസ്കാരത്തിൽ ദുആ ചെയ്യണില്ലേ? ഉണ്ട്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയണ ഖബറിൽ ശിക്ഷയൊന്നുമില്ല, പച്ച പൊട്ടന്നല്ലാതെ.
പിന്നെന്തിനോ അത്യാത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥിക്കുക, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ തേടുക. എന്നിട്ട് മസീഹുദ് ദജ്ജാലിന് അങ്ങനെ മസീഹുദ് ദജ്ജാലൊന്നും വരാനില്ല, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഓനെ പിന്നെന്താ പറയാ? ഓനെ പിന്നെന്താ പറയാ? അത്രേ തലക്ക് വെളിയുള്ളൂ, അത്രേ വെളിയുള്ളൂ എന്നർത്ഥം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പം അങ്ങനെ ഒരു ലോകമുണ്ട്, അവിടെ ഒരു അദാബ് ഉണ്ടെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട്. ആ അദാബിൽ ഞാൻ ചെന്ന് പെടരുതെന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ തഖ്വയോടുകൂടി മുന്നോട്ട് നയിക്കാൻ കഴിയാന്നുള്ളതാണ്. സഹോദരങ്ങളെ, മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ചുവന്ന നദിയിൽ മുങ്ങിത്താഴുന്ന മനുഷ്യരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് പലിശ ഇടപാട് നടത്തിയവരാണ് അവർ. പലിശയുമായി ഇടപാടുകൾ നടത്തിയിട്ട് അഖിലു റിബാ വ മുഖിലഹു വ കാതിബഹു വ ഷാഹിദൈ ഖാലഹും സവാഉൻ. പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും കയ്യെഴുത്തിടുന്നവനും സാക്ഷി നിൽക്കുന്നവനും എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഒരുപോലെയാണ്. പലിശൻ്റെ ഒരു രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത പൈസയുടെ പണത്തിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ തിന്നണില്ലേ സഹോദരങ്ങളെ? ഇല്ലേ? അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കുട്ടികൾ തിന്നണില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം. എത്രയോ തവണ കേട്ടാലും നമ്മൾ പിന്നെയും പോയി ലോൺ എടുക്കും. ലോൺ എടുത്തിട്ട് ഇത് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിക്കാം, എന്നാ മൗലവി നിങ്ങൾ തരും, ഇനി നമുക്ക് വലിയ അതിൻ്റെ കൊടുക്കലല്ലേ പണി. അള്ളാഹ് ഹറാമാക്കിയതാണ്, ഇത് എടുക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരും, ഞങ്ങൾ ഇനി എന്താ ചെയ്യാ? കുട്ടികളെ പോറ്റണമെങ്കിൽ ലോൺ എടുക്കാതെ പറ്റൂല, വീടുണ്ടാക്കണമെങ്കിൽ ലോൺ എടുക്കാതെ പറ്റൂല. പറ്റണില്ലെങ്കിൽ വേണ്ട, വേറെന്താ ചെയ്യാ? വരാനിരിക്കുന്ന ലോകം ഇതാണ്, ഇത് നടക്കാനുള്ളതാണ്, അവിടെ സംഭവിക്കാനുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടത്തെ നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കിയതാണ്. വഹറമർ റിബ, പലിശയെ നിങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയതാണ്. ഇത് പടച്ചോൻ പറഞ്ഞതല്ലേ? അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധ ഏറ്റ ഒരു മനുഷ്യൻ ഉരുണ്ടും മറിഞ്ഞും എഴുന്നേൽക്കുന്നവനെ പോലെ പലിശ തിന്നവർ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്. വഹിയ അള്ള പറഞ്ഞ വാക്കാണ്. ശൈത്താന് പിശാച് ബാധ ഏറ്റൊരാളിങ്ങനെ കിടന്നു ഉരുളുവല്ലോ, അതേപോലെ പലിശ തിന്നവൻ ഉരുണ്ടും മറിഞ്ഞും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്ന ആളെ പരലോകത്ത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്തിറങ്ങിയ അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ ലക്ഷക്കണക്കിന് പലിശയുടെ മുതലണ്ട് ഒഴിവാക്കി, തൊട്ടിട്ടില്ല. പിന്നെ ഈ ആയത്തിറങ്ങിയതിന് ശേഷം ലക്ഷക്കണക്കിന് പലിശയുടെ മുതൽ എനിക്കത് വേണ്ടാന്ന് തീരുമാനിച്ചവരുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ മേഖലയിലും സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം. എല്ലാ മേഖലയിലും നമ്മൾ ഭൗതികമായ കുറച്ചു കാലത്തെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കണുള്ളൂ. പക്ഷേ ഇതിനപ്പുറത്താണ് ശാശ്വതമായ ലോകം. ഇവിടെ ഒരു 60-70 കൊല്ലം നമ്മൾ ജീവിക്കും, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകമാണ് ശാശ്വതമായ ലോകം. അവിടെ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും പട്ടിണിയൊക്കെ സഹിച്ചാലും അത്തരം ഹറാമുകളിലേക്കൊന്നും പോകാതെ ജീവിതത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ രൂപത്തിൽ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി അള്ളാഹിനോട് പറയാം, റബ്ബിനോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരു പിന്നെ ഒരാൾ വിളിച്ചിട്ട്, നമ്മുടെ നാട്ടിലുള്ള ഒരു കുടുംബക്കാരനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വട്ടത്തിലിരിക്കുകയാണ് എല്ലാവരും. റമദാനാണ്, എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ആകെ കരച്ചിലും നിലവിളിയാണ്. വീട് ജപ്തിയിലാണ്. ഭയങ്കര ടെൻഷനും പ്രശ്നവും പ്രയാസമൊക്കെ. 1.5 മണിക്കൂർ വയലു പറഞ്ഞു, പലിശ മാത്രം. വേറെന്താ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? വേറെന്താ പറയാൻ പറ്റുക? എത്ര കുടുംബങ്ങൾ, വീട് നഷ്ടപ്പെട്ടവർ, കുടുംബങ്ങളിലെ തൻ്റെ എത്ര പ്രശ്നങ്ങളാണെന്നറിയോ? സ്വന്തം മരുമകൾ കൊണ്ടുവന്ന മുതൽ മുഴുവൻ പണയം വെച്ചു, അതെടുക്കാൻ കഴിയണില്ല. അതിൻ്റെ പുറമെ വീടിൻ്റെ മുതലും കൊണ്ടുപോയി പണയം വെച്ചു. എന്നിട്ട് വീടും പോയി, പണ്ടവും പോയി, എല്ലാം പോയി. തല പണയം വെച്ചിങ്ങനെ ഉത്തരക്ക പേരുടെ ഉള്ളിൽ.
ജീവിതത്തിൽ ഇതിലേറെ വലിയ ദുരന്തം വേറെന്താ? ഇതൊക്കെ എത്ര തവണ കേട്ടാലും നമ്മളെ ചെവിക്ക് അങ്ങോട്ട് കയറുന്നില്ലെങ്കിൽ ഇനി എന്നാ നമുക്കൊക്കെ കയറുക? നിസ്കരിക്കുന്നുണ്ട് നമ്മള്, നോമ്പെടുക്കുന്നുണ്ട് നമ്മള്, സ്വതക്ക ചെയ്യുന്നുണ്ട് നമ്മള്, പൈസക്കൊരു ചെറിയ ടൈറ്റ് വരുമ്പോഴേക്കും എല്ലാം പോയിട്ട് കുത്തിയ തീർന്നില്ല സഹോദരങ്ങളെ. എന്തിനാ നിസ്കരിക്കണേ? എന്തിനാ ഇബാദത്ത് ചെയ്യണേ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജീവിതം സാമ്പത്തിക രംഗത്തും അതേപോലെ തന്നെ നമ്മുടെ സംസ്കാരപരമായി നമ്മുടെ വിശുദ്ധി നമ്മൾ കൈവരിച്ചിട്ടില്ലെങ്കിൽ, കണ്ണും കാതുമൊക്കെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഇബാദത്തുകൾ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകം ബാത്തിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖബറിനെ സംബന്ധിച്ചുള്ള ചെറിയ ചില വാക്കുകളാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞത്. ബർസഖിയായ ലോകം എന്നുള്ളത് വിശാലമായ ലോകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ രംഗങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്ന വേറെയും ചില വിശദീകരണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തൽക്കാലം ഞാനിവിടെ നിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ഇബാദത്തിൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. എല്ലാ മേഖലയിലും, വിശ്വാസരംഗത്തും കർമ്മരംഗങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും ഇടപെടലുകളിലും എല്ലായിടത്തും ആ ഒരു ധാരണയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖബർ ബർസഖിയായ ലോകത്തേക്ക് എത്തിപ്പെടാത്ത മനുഷ്യരെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതായത് മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്ന, അദാബ്, ഖബറിലെ അദാബിനേക്കാൾ കഠിനമായിരിക്കുമെന്നാണ് അവരനുഭവിക്കുന്ന ഒരു അദാബ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന അദാബ്. മസീഹുദ്ദജ്ജാൽ രംഗത്ത് വരുമ്പോൾ രണ്ടിനെയും സാദൃശ്യപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തെ നന്നായി ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കി ജീവിതം ഒന്ന് കൃത്യമായി നല്ല റൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് എല്ലാവരോടും ഉണർത്താനുള്ളത്. അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, റബ്ബ് നമ്മളെ അറിയുന്നുണ്ട്, നമ്മുടെ കൽബറിയുന്ന സൃഷ്ടാവുണ്ട്. ആ റബ്ബിനെ മറികടന്നൊന്നും ഒന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മളെത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാ പിഴവുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഇത്തരത്തിലുള്ള വൃത്തികേടുകളും തോന്നിവാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് പരിപൂർണമായും നമ്മളിൽ നിന്ന് അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൽബിനെ ഇനി അത്തരം തിന്മകളിലേക്ക് പോകാതെ അള്ളാഹു നമ്മുടെ കൽബിനെ ഈമാനിൽ അടിയുറപ്പിച്ച് നിർത്തി അള്ളാഹു നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുമാറാവട്ടെ. ഈമാനിനെ ശുദ്ധീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ, കൽബിനെ ശുദ്ധീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ റബ്ബിൻ്റെ കോടതിയിൽ എരിപിരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഇടം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.